നമസ്കാരം. ഇത് പാരൻസിനും സ്റ്റുഡൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ചോയ്സ് ക്യാമ്പയിൻസ് വഴി ന്യൂസിലൻഡിലെത്തിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിയൽ ലൈഫ് ജേർണിയാണ്. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ അയക്കുമ്പോൾ പാരൻസിനുള്ള ഡൗട്ട്സ്, ഫിയേഴ്സ് എല്ലാം നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഡു ദിസ് ഇൻ്റർവ്യൂ വിത്ത് ജിതിൻ സേവ്യർ. ന്യൂസിലൻഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പെർസ്യൂ ചെയ്യുവാണ്. So hi Jidin, can you tell us something about yourself? ഞാൻ ജിതിൻ, സ്ഥലം എറണാകുളം ജില്ലയാണ്. ഇവിടെ മാസ്റ്റർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് പഠിക്കുന്നു, വൈറ്റ് ക്ലിഫ് കോളേജ്. Perfect. ഇപ്പോൾ എത്ര വർഷം, like how much time into your course right now? 1 year ആണ് കോഴ്സ്. നവംബർ ഇൻടേക്കിലാണ് ഇവിടെ എത്തിയത്. ഇത് എങ്ങനെയാ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ലൈക്ക് ന്യൂസിലൻഡിൽ വരാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ, അതോ ജസ്റ്റ് ലൈക്ക്? ന്യൂസിലൻഡിലല്ല, സ്റ്റഡി അബ്രോഡ് നോക്കിയിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോഴേ തൊട്ട് നോക്കിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നടന്നില്ല. അതുകൊണ്ട് പിന്നെ വർക്കിന് കയറി. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് സ്റ്റഡി അബ്രോഡ് നോക്കിയത്. ന്യൂസിലൻഡ് അല്ലായിരുന്നു പ്രിഫറൻസ്, UK ആയിരുന്നു. ബട്ട് ഇവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഒത്തിരി നല്ല ഇൻഫോർമേഷൻ ന്യൂസിലൻഡിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ചോയ്സ് ചെയ്യാൻ ന്യൂസിലൻഡിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പം ഈ ചോയ്സ് മാറിയപ്പം ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഇസ് ഇറ്റ് ഗുഡ് ചോയ്സ് ദാറ്റ് യു മെയ്ഡ് ഓർ? വന്നിട്ട് നല്ലൊരു ചോയ്സ് ആയിട്ട് തോന്നുന്നു. കാര്യം നാട്ടിൽ വെച്ച് ഇവർ തന്ന ഇൻഫോർമേഷനൊക്കെ ഓൾറെഡി ട്രൂ ആണ്. ഇവിടെ വന്നപ്പോൾ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ന്യൂസിലൻഡ് ഒരു നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഡ്രീം പെർസ്യൂ ചെയ്യാൻ NZ ചോയ്സ് ക്യാമ്പയിൻസ്, ലൈക്ക് ടു ബിഗിൻ വിത്ത്, ഹൗ ഡിഡ് യു അപ്രോച്ച് ദം ആൻഡ് ഹൗ ഡിഡ് യു ഫൈൻഡ് ദം? ഡിഡ് യു ഫൈൻഡ് ദം ഹെൽപ്ഫുൾ ഓർ? എനിക്ക് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് സജഷൻ വന്നത്. ലിൻസൺ ചേട്ടന് ബേസിക്കലി അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ വന്നു. ഇവരായിട്ട് കോൺടാക്ട് ചെയ്തു, ലിൻസൺ ചേട്ടനായിട്ട് സംസാരിച്ചു, ഒത്തിരി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് തന്നു. പിന്നെ ആസ് യൂഷ്വൽ ഒരു കൺസൾട്ടൻറ്റ് എന്ന രീതിയിലല്ല, നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നോട് കാഷ്വലായിട്ട് സംസാരിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ന്യൂസിലൻഡിനെ പറ്റി പറഞ്ഞു തന്നു. പിന്നെ ന്യൂസിലൻഡ് പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഏജൻസിയിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ, ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും, ലൈക്ക് യുനോ, ദർ ആർ ടൈംസ് വെർ യു ഫീൽ സ്ട്രെസ്ഡ് അബൌട്ട് തിങ്സ്. പുതിയൊരു കൺട്രി, പുതിയ ഒരു എൻവയൺമെൻറ്റ്, അവിടെ സെറ്റിൽ ആവാൻ, അവിടെ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള കുറേ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. ഹൗ ഡിഡ് ലൈക്ക് യുനോ ദ ചോയ്സ് ക്യാമ്പയിൻ പീപ്പിൾ, ലൈക്ക് ഹൗ ഡിഡ് യു ഫൈൻഡ് ദം ഹെൽപ്പിംഗ് യു? അങ്ങനെ ഒരു ഫിയർ എനിക്ക് തോന്നിയില്ല. കാരണം വിസ ഓൾറെഡി അപ്രൂവലായി. അത് കഴിഞ്ഞ് ഏജൻസിയിൽ പോയി സംസാരിച്ചു. അപ്പോഴേ ഒരു അക്കോമഡേഷൻ അതുപോലെ തന്നെ പിക്കപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടായാലും പിക്കപ്പിന് വന്നു. അതുപോലെ തന്നെ അക്കോമഡേഷൻ റെഡിയാക്കി തന്നു. നോർമലി നാട്ടിലുള്ളവരുടെ കൂടെ തന്നെയാണ് അക്കോമഡേഷൻ സെറ്റാക്കി തന്നത്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ളൊരു പേടിയൊന്നും ഉണ്ടായില്ല. ഓ, പെർഫെക്റ്റ്. അപ്പം വന്നപ്പോഴേ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നൈസ്. ആൻഡ് ദെൻ കോഴ്സിലോട്ട് കയറിയതിന് ശേഷം, ലൈക്ക് how was the course? Like, did you feel like your expectations were fulfilled? Like, ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടാണല്ലോ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ പെർസ്യൂ ചെയ്യാൻ പോണേ. അപ്പോൾ ആ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം 1 year കോഴ്സാണ്, ഫുള്ളി ഓൺലൈനാണ്. പിന്നെ ചോയ്സ് ക്യാമ്പയിൻ വഴി വേറെ 1, 2, 3, 5 സ്റ്റുഡൻസും കൂടെ വന്നിട്ടുണ്ട്. അവരായിട്ട് അത്യാവശ്യം നാട്ടിൽ നിന്ന് പോരുമ്പോഴേ കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ക്ലാസ് തുടങ്ങിയപ്പോഴായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പെർഫെക്റ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ ഒരു ബ്രീഫ് ഔട്ട്ലുക്ക്, ലൈക്ക് പുതിയ സ്റ്റുഡൻസ് ഇവിടെ വരാൻ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഒരു ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഫീഡ്ബാക്ക്. വരാൻ പോകുന്ന സ്റ്റുഡൻസിനായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ന്യൂസിലൻഡ്. കാരണം പാർട്ട് ടൈമിൻ്റെ കേസായാലും 24 hours വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂസിലൻഡ് ഓൾമോസ്റ്റ് കേരള പോലെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ പഠിക്കാനായാലും അത്യാവശ്യം നല്ല ഈസിയാണ്. അതായത് കോളേജിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. വരാൻ പോകുന്ന സ്റ്റുഡൻസിന് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ന്യൂസിലൻഡ്. പെർഫെക്റ്റ്. അപ്പം ചെറുതായിട്ട് പാരൻസിനുള്ള ഒരു കൺസേൺസ് ഇല്ലേ, ലൈക്ക് ഒരു അബ്രോഡിൽ പോകുമ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ വന്നിട്ട്, ലൈക്ക് ഇഫ് ഇറ്റ് വാസ് യുവർ ചോയ്സ് ക്യാമ്പയിൻസ് ഓർ എവ്രി വൺ, പീപ്പിൾ അറൗണ്ട് യു, എല്ലാവരും സപ്പോർട്ടീവ് ആണോ? ലൈക്ക് ഇപ്പോൾ ഒരു പാരൻസിനുള്ള ഒരു ഡൗട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും? സെയിം ഡൗട്ട് എൻ്റെ പാരൻസിനും ഉണ്ടായിരുന്നു. കാര്യം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും ലൈഫും കാര്യങ്ങളൊക്കെ നല്ല ഡൗട്ടായിരുന്നു. ഇൻ കേസ് വിസ കിട്ടിയപ്പോഴേ ഞാൻ പാരൻസായിട്ട് അവരുടെ ഓഫീസിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് പോയായിരുന്നു.
അപ്പോൾ അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ലിൻസൺ ചേട്ടനെയും കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ വരുമ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അവരും വിശ്വസിച്ചു. ഇവിടെ വന്നിട്ടായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. പെർഫെക്റ്റ്. അപ്പോൾ ഓവറോൾ NZ ചോയ്സ് ക്യാമ്പയിൻസ് നല്ല രീതിയിൽ കയറുന്നതിന് മുമ്പാണേലും സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് ഡ്യൂറിങ് യുവർ ജേർണി ഓൾസോ ദേ വർ വിത്ത് യു, ആൻഡ് ഐ തിങ്ക് യു സൗണ്ട് പ്രിറ്റി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹോൾ എക്സ്പീരിയൻസ്. ഈ കോഴ്സ് ഫീസ് എങ്ങനെയായിരുന്നു? ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു? അത് ചൂസ് ചെയ്തത് എങ്ങനെയാണ്? ന്യൂസിലിനെ പറ്റി അന്വേഷിച്ചപ്പോൾ തന്നെ 1-2 ഏജൻസി ആയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. പല പല കോഴ്സുകൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഫീസ് എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റാവുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ ഇവരുടെ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ചോയ്സ് ക്യാമ്പയിൻ വഴി എനിക്ക് നല്ലൊരു 1 ഇയർ കോഴ്സ് സജസ്റ്റ് ചെയ്ത് തന്നു. കോഴ്സ് ഫീ ആണെങ്കിലും എനിക്ക് അഫോർഡബിൾ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 18 lakhs ഉള്ളിൽ എനിക്ക് കോഴ്സ് ഫീ ആയിട്ട് വന്നോളൂ. അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. Okay, master's degree, 1 year there, and 18 lakhs in the course. Oh, and stay back? Stay back 3 years. 3 years to stay back and കിട്ടി. Okay. വേറെ ഏജൻസീസ് കുറേ കോഴ്സസ് സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, അത് എക്സ്പെൻസീവ് ആയിരുന്നു പറഞ്ഞു. അത് എക്സ്പെൻസീവ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് കൂടുതലായിരുന്നു അതായിരുന്നോ, അതോ ഇറ്റ് വാസ് ലൈക്ക് യു വർ pursuing master's degree, right? Or was it anything different? മാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. 18 മാസത്തെ കോഴ്സായിരുന്നു സജസ്റ്റ് ചെയ്തതെന്ന്. ഓൾമോസ്റ്റ് ഒരു 32 to 34 lakhs അടുത്ത് കോഴ്സ് ഫീ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ഇത് 1 year കോഴ്സിന് മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇതിന് എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 18 lakhs അടുത്ത് കോഴ്സ് ഫീ ആയിട്ട് വന്നിട്ടുണ്ട്. നിയർലി ഹാഫ് ദ പ്രൈസ് അല്ലേ? ഓക്കെ. നമ്മൾ ഇന്ത്യയിൽ എക്സാംസ് എഴുതുമ്പം ഭയങ്കര റിട്ടൺ എക്സാംസ് ഒക്കെ, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കുറേ ബൈ ഹാർട്ട് ചെയ്യണം. ആ കോഴ്സ് സെയിം ആണോ ഇവിടെയും? അതൊക്കെ തന്നെ ആണോ? നമ്മളിങ്ങനെ കുറേ പഠിച്ച് ഇങ്ങനെ മഗപ്പ് ചെയ്തിട്ടൊക്കെയാണോ എല്ലാം എഴുതുന്നത്? ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവിടെ ക്ലാസ്സിനനുസരിച്ച് ലെക്ചേഴ്സും കാര്യങ്ങളും തരും, അത് റെഫർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് വരുന്ന സെമസ്റ്റർ വൈസ് ഉള്ള അസൈൻമെൻറ്റ്സ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു ഫൈനൽ അസൈൻമെൻ്റ് ആയിട്ട് ഇത് ചെയ്യണം. അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് 2 അസൈൻമെൻറ്റ് വരുന്നുണ്ട്. മൊത്തം ടോട്ടൽ 3 സെമസ്റ്ററാണ് കോഴ്സ് വരുന്നത്. എന്നിട്ട് ക്ലാസ്സസ് എങ്ങനെയാ? ഫുൾ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ ഇന്ത്യയിൽ ബേസിക്കലി അങ്ങനെയല്ലേ ചെയ്യാറ്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ്സിലിരിക്കുക, ക്ലാസ്സസ് എടുക്കുക, അങ്ങനെയാണോ? സെയിം ആണോ? എനിക്ക് ഇപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉള്ളൂ. ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ? മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെ ക്ലാസ് ഉള്ളൂ. ന്യൂസിലൻഡിൽ പോകാൻ ഒരു എല്ലാം ഫൈനലായി കഴിഞ്ഞ് പ്രീ ഡിപ്പാർച്ചർ സപ്പോർട്ട് ഇല്ലേ? ലൈക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആങ്സൈറ്റി, എങ്ങനെ സെറ്റിൽ ആവും, അതൊക്കെ എങ്ങനെയായിരുന്നു? വിസ അപ്രൂവൽ വന്നപ്പോൾ തൊട്ട് നല്ലൊരു ടെൻഷനായിരുന്നു. എനിക്കും ഇല്ല, ഫാമിലിക്കും ഉണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒറ്റയ്ക്കാണ് പോകുന്നത്, അവിടെ ചെന്ന് വേറൊരു കമ്പനി ഒരു കൂട്ടം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒരു ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. അവിടുന്ന് പ്രീ ഡിപ്പാർച്ചറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ വന്നിട്ട് പിക്കപ്പ്, അതുപോലെ തന്നെ അക്കോമഡേഷൻ, പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ അവിടെ നല്ല അസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ടായാലും നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ന്യൂസിലൻഡ് ടീം തന്നെ നമ്മളവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തു. അവർ തന്നെ അക്കോമഡേഷൻ റെഡി ആക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കി. നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. ഓവറോൾ എക്സ്പീരിയൻസ് ചോയ്സ് ക്യാമ്പയിൻസിൻ്റെ കൂടെ അവരുടെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻ കേസ് ഫയൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നല്ലൊരു ഗൈഡ് ലൈൻസും സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിസയ്ക്ക് വെച്ചപ്പോഴായാലും പ്രോപ്പറായിട്ട് പേപ്പർ വർക്ക്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിസയ്ക്ക് വെച്ചത്. പിന്നെ ഇവിടെ വന്നിട്ടായാലും അവരുടെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, പാർട്ട് ടൈം അസിസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പം would you suggest like choice campaigns to your friends or? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. കാര്യം എനിക്ക് നല്ലൊരു സപ്പോർട്ടും ഗൈഡ് ലൈൻസ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടി. ഇതും ഇനിയിപ്പോൾ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഏതൊരു കുട്ടിക്കും ലഭിക്കണമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യും. താങ്ക് യു ജിതിൻ. താങ്ക് യു.